ഗൾഫ് മേഖലയെയും ലോക സമ്പദ്ഘടനയെയും പിടിച്ചുലച്ച ഇറാൻ യുദ്ധത്തിന് താൽക്കാലിക വിരാമം. ഇറാനുമായി 2 ആഴ്ച വെടിനിർത്തൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. കരാറിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്ക് 2 ആഴ്ച പൂർണ്ണമായി തുറന്നുവെക്കാൻ ഇറാൻ സമ്മതിച്ചു. ഇസ്ലാമാബാദിൽ വെള്ളിയാഴ്ച ഇറാൻ അമേരിക്ക തുടർ ചർച്ചകൾ നടക്കും. വെടിനിർത്തൽ ഭാഗികമായാണ് ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുന്നത്. ഇറാനെ ആക്രമിക്കില്ലെങ്കിലും ലെബനനിലെ സൈനിക നടപടി തുടരുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. 39 നാടുകൾ ലോകത്തെ മുൾമുനയിൽ നിർത്തിയ സംഘർഷത്തിനൊടുവിൽ ഇറാനുമായി 2 ആഴ്ച വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീരുമാനം അംഗീകരിക്കുന്നതായി പ്രഖ്യാപിച്ച ഇറാൻ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചാൽ തിരിച്ചടിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഫീൽഡ് മാർഷൽ ആസിം മുനീർ എന്നിവരുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് വെടിനിർത്തൽ തീരുമാനമെന്ന് ട്രംപ് പറഞ്ഞു. കരാർ പ്രകാരം ഹോർമുസ് കടലിടുക്ക് 2 ആഴ്ച പൂർണ്ണമായും തുറക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പ്രസ്താവനയിൽ വെളിപ്പെടുത്തി. ഇറാൻ നാഗരികതയെ അപ്പാടെ നശിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്ന ട്രംപ് ഇറാനുമായും മിഡിൽ ഈസ്റ്റുമായും ദീർഘകാല സമാധാനം ലക്ഷ്യമിടുന്ന കരാറിന് ഏറെ അടുത്തെത്തിയതായി അവകാശപ്പെട്ടു. ഇറാൻ സമർപ്പിച്ച 10 നിർദ്ദേശങ്ങളിൽ പല കാര്യങ്ങളിലും ധാരണ രൂപപ്പെട്ടതായും ഈ കരാർ അന്തിമമാക്കുന്നതിനാണ് 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്നും ട്രംപ് പറഞ്ഞു. വെടിനിർത്തൽ പൂർണ്ണ സ്വഭാവത്തിൽ ഇന്ന് വൈകിട്ടോടെയാവും നിലവിൽ വരികയെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. വെടിനിർത്തൽ സ്വാഗതം ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു കരാർ ലെബനാന് ബാധകമല്ലെന്ന് വ്യക്തമാക്കി. ലെബനാൻ ഉൾപ്പെടെ എല്ലായിടത്തും ഉടൻ വെടിനിർത്തൽ നടപ്പിലാക്കാൻ ഇറാനും അമേരിക്കയും സമ്മതിച്ചുവെന്നാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നേരത്തെ അറിയിച്ചിരുന്നത്. യുഎന്നും ലോകരാജ്യങ്ങളും കരാർ സ്വാഗതം ചെയ്തു. തുടർ ചർച്ചകൾ ഏപ്രിൽ 10 പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ തുടങ്ങും. കൈകൾ തോക്കിന്റെ കാഞ്ചിയിലാണെന്നും കരാർ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ പരമോന്നത സുരക്ഷാ കൗൺസിൽ മുന്നറിയിപ്പ് നൽകി. വെടിനിർത്തൽ പ്രഖ്യാപനത്തോടെ ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $96 ഇടിഞ്ഞു. ഓഹരി വിപണിയിലും കുതിപ്പ് പ്രകടമാണ്. മീഡിയ 1 ദുബൈ.